നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM അമ്പേ പരാജയപ്പെടുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ വലിയ തരത്തിലുള്ള പരാജയത്തിലോട്ട് CPM പോകുന്നു. അതിന് ചുക്കാൻ പിടിച്ച ഇലക്ഷൻ സമയത്ത് ചുക്കാൻ പിടിച്ച പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുന്നു. ഭരണം കിട്ടാത്തപ്പോൾ ഞാനടക്കം വിചാരിച്ചത് അദ്ദേഹത്തെ മാറ്റും എന്നായിരുന്നു. പക്ഷേ അത് എൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ല CPMൻ്റെ നീക്കം എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം വീണ്ടും കൈവിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. കാരണം ഇത്രയും കാലം പിണറായി വിജയനെതിരെ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ എതിർത്ത് പറയാൻ ഒരാൾക്കും ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല വിഷയങ്ങളിലും പാർട്ടി പല പല നിലപാടിലോട്ട് പോകുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പോലെ പാർട്ടിക്കുള്ളിൽ CPMനുള്ളിൽ സമാന്തര CPM രൂപീകരിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. മാത്രമല്ല ഏറ്റവും പുതുതായിട്ട് അദാനി വിഷയത്തിൽ MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞത് ആയിരങ്ങളുടെ കോടികളുടെ ഡീലാണ് VD സതീശനും അദാനിയും തമ്മിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. പക്ഷേ അതിനെതിരെ EP ജയരാജൻ CPMൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് EP ജയരാജൻ പറഞ്ഞത് അങ്ങനൊരു കണ്ണോടുകൂടി ഞാൻ ആ വിഷയത്തെ കാണുന്നില്ല, അങ്ങനെ ഒരു ഡീൽ നടന്നതായി അറിയുകയുമില്ല, അതിനുള്ള തെളിവുമില്ല, തെളിവുണ്ടെങ്കിൽ മാത്രമേ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അപ്പം അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പാർട്ടി സെക്രട്ടറിയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് പറഞ്ഞവരോട് പോയി ചോദിക്കൂ, എനിക്ക് ആ വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിൽ മറ്റൊരു കണ്ണോട് കൂടിയാണ് കാണുന്നത് എന്നുള്ളത്. നമുക്കറിയാം കാലം ഇതുവരെ CPMനുള്ള ഇത്തരത്തിൽ വ്യതിചലനങ്ങൾ അല്ലെങ്കിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ തിരിച്ചു പറയുന്ന ഒരു നേതാക്കന്മാർ ഇന്നേ വരെ CPMൽ പണ്ട് VSും ഈ പറഞ്ഞ പോലെ പിണറായി വിജയനും ഉണ്ടായിരുന്നു, അതൊരു വശത്തുണ്ടായിരുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ മാത്രം തൻ്റെ ഇടമുള്ള ആണത്തമുള്ള നട്ടലിലുള്ള ഒരാളും CPMൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ EP ജയരാജൻ മുമ്പോട്ട് വരുന്നു. മാത്രമല്ല ശൈലജ ടീച്ചറോട് ഈ വിഷയം ദിവ്യ എസ് അയ്യരെ മാറ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടിക്കാരും മുന്നണി 10 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കൂടി മറ്റൊരു പാർട്ടി വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും കളക്ടർ തലപ്പത്ത് വലിയ തലത്തിലുള്ള അഴിച്ചുപണികളും മാറ്റത്തിരുത്തലുകളും നടത്താറുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ്, CPMും ചെയ്തിട്ടുണ്ട് എന്നുള്ളവർ പറയുന്നു. അല്ലാണ്ട് ഇതിന് അദാനിയുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. അദാനിക്ക് വേണ്ടിയിട്ടാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് എന്നുള്ളത് പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും വാക്കുകളെ ശൈലജ ടീച്ചർ ഇന്നലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു തീർക്കുന്നു. CPMൽ ഇത്തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം പാർട്ടിയുടെ അടക്കപ്പെട്ട ഓഫീസിനുള്ളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതിനപ്പുറം പുറത്തോട്ട് വരാറില്ല. പക്ഷേ ഇപ്പോൾ അതും പുറത്തോട്ട് വരുന്നു. നമുക്കറിയാം ശബരിനാഥിൻ്റെ ഭാര്യ കൂടിയാണ് ദിവ്യ എസ് അയ്യർ. അപ്പം എന്തൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൽ VD സതീശന് ബന്ധമുണ്ടോ എന്നും വലിയ തരത്തിൽ ചോദ്യം കിടക്കുന്നുണ്ട്. ഇല്ല എന്നുള്ളത് CPMൻ്റെ പല നേതാക്കന്മാർ EP ജയരാജനടക്കമുള്ള നേതാക്കന്മാർ പറയുന്നു. ദിവ്യ എസിനെ മാറ്റിയത് അദാനി സതീശൻ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് CPMൻ്റെ MV ഗോവിന്ദനും പിണറായി വിജയനും പറയുന്നു. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ശൈലജ പറയുന്നു. അപ്പോൾ ശൈലജയും ഈ പറഞ്ഞ പോലെ EP ജയരാജനെല്ലാം VD സതീശൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളൊരു സാധനം കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ CPMൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൗതുകകരമായ വസ്തുത, എന്തൊക്കെ ആയുധങ്ങളാണോ സതീശൻ ഗവൺമെൻറ്റിനെതിരായിട്ട് മുഖ്യ പ്രതിപക്ഷമായ CPMും അതിൻ്റെ നേതാവ് പിണറായി വിജയനും മുന്നോട്ട് വയ്ക്കുന്നത്, ഈ ആരോപണങ്ങളെല്ലാം പൊളിയുന്നു. ഒരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോഴത്തേക്കും അത് ഉന്നയിച്ചവരിൽ തന്നെ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു രസകരമായ കാര്യം, വിഴിഞ്ഞം ഇടപാടിലെ അഴിമതിയെക്കുറിച്ച് വളരെ വാചാലമായി ആര് സംസാരിക്കുന്നു? പിണറായി വിജയൻ സംസാരിക്കുന്നു, MV ഗോവിന്ദൻ സംസാരിക്കുന്നു, KK രാഗേഷ് സംസാരിക്കുന്നു. അതിൽ പ്രതിയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ അഴിമതിയുടെ ഇടനിലക്കാരിയായിട്ടല്ലേ, അഴിമതി നടത്താൻ അനുവദിക്കാത്ത ആളായിട്ടാണ്, അഴിമതി നടത്താൻ അനുവദിക്കാത്ത ഉദ്യോഗസ്ഥയായിരുന്നു ആര്? വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ചെയർമാൻ കൂടിയായിരുന്ന ദിവ്യ എസ് അയ്യർക്കുണ്ടായിരുന്നത്. ഈ ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന മുഖമായ, ഒരുപക്ഷെ മേയർ വരെ ആകേണ്ടിയിരുന്നു കോൺഗ്രസിൻ്റെ മേയർ മുഖമായ ശബരിനാഥിൻ്റെ ഭാര്യയും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിനാഥിന് അല്ലെങ്കിൽ വ്യക്തിപരമായൊരു കോട്ടം വരത്തക്ക രീതിയിലൊരു തീരുമാനം എടുക്കുകയില്ല. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും ദിവ്യ എസ് അയ്യരെ അവിടുന്ന് മാറ്റാൻ ആര് തീരുമാനിച്ചു? സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും തീരുമാനിക്കുകയാണ്. അതിൻ്റെ പേരിൽ കോൺഗ്രസ്സിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിൽ അവർ നിരാശപ്പെട്ടു. ശബരിനാഥ് അതിനെക്കുറിച്ച് നിശബ്ദനാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. മറിച്ച് വിഴിഞ്ഞം പദ്ധതിയുടെ പരാതി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന പരാതി ഒന്നുകൂടി ശക്തമായിട്ട് വരികയാണ്, അത് ഉന്നയിക്കപ്പെടുകയാണ്. അതിൽ EP ജയരാജൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ഉന്നയിച്ചവർ അഴിമതി ആരോപണം, വിഴിഞ്ഞം പദ്ധതിയിൽ സതീശൻ്റെ മേൽ അഴിമതി ആരോപണം ഉന്നയിച്ചവർ തെളിവുമായിട്ട് വരട്ടെ. വളരെ കാതലായ തെളിവുമായിട്ട് വരട്ടെ. അതിൻ്റെ അർത്ഥം എന്താ?
ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കാനുള്ള ബാധ്യത, ധാർമ്മികമായ ബാധ്യത ആരാണ് ആരോപിച്ച് അവരുടെ മേലിൽ അത് ആരുടെ പേരിൽ വരും? എം വി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും പേരിൽ വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ CPM കൊണ്ടൊരു വെട്ടിൽ ചാടിച്ചിരിക്കുകയാണ് പോലെ ഇ പി ജയരാജൻ. മാത്രമല്ല അത് ഇപ്പോൾ ശൈലജ ടീച്ചറും ആ കൂട്ടത്തിൽ കൂടി, ശൈലജ ടീച്ചറും ആ കൂട്ടത്തിൽ കൂടി സാധാരണ ട്രാൻസ്ഫറായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? ദിവ്യ എസ് അയ്യരും ശൈലജയായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്. ദിവ്യ എസ് അയ്യർ ഇ പി ജയരാജനുമായിട്ടാണോ ബന്ധമുണ്ടായിരുന്നത്? അതോ ദിവ്യ എസ് അയ്യരും പിണറായി വിജയനുമായിട്ടാണ് ബന്ധമില്ലാത്തതുകൊണ്ടാണോ മാറ്റിയത്? പിണറായി വിജയനെ കാര്യമായി ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും മാറ്റി. അപ്പോൾ ഇവിടെ നടക്കുന്ന ഉന്നതങ്ങളിൽ നടക്കുന്ന ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ തുറന്ന് കാട്ടപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പ്രസ്താവനകളായിട്ട് രംഗത്ത് വരുമ്പോൾ മാത്രമേ നാട്ടുകാർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അല്ല, അറിയില്ല ദിവ്യ എസ് അയ്യർ എന്ത് റോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്നോ. ഇതൊക്കെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അറിയാനുള്ള സാധ്യതകളുമുണ്ട്. ഞാനിപ്പോൾ ഈ വിഷയം മറ്റൊരു കാര്യം കാണുന്നത്, ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം ഈ പറഞ്ഞ പോലെ PM ശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നം എടുത്തു വരുന്നു. അത് CPM ആളി കത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ലീഗ് അടക്കമുള്ള നേതാക്കന്മാർ അത് എങ്ങനെ വെച്ചെങ്കിൽ പോട്ടെ, ആ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്നു. അത് അവരടക്കം വിചാരിച്ചത് ലീഗ് വിഷയത്തിൽ ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതും UDF പിളർപ്പിലോട്ട് പോകുന്നുള്ളതും CPM ധാരണ. പക്ഷേ ആ വിഷയത്തിലടക്കം സതീശൻ വിജയിക്കുന്നു. പിന്നീട് വരുന്നത് ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നം വരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ സതീശന് ഉരുക്കുകോട്ട വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ EP ജയരാജനും ശൈലജ ടീച്ചറും പാടെ നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ VD സതീശനെങ്കിൽ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രതിരോധിക്കുന്നത് CPM-നുള്ളിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി പാർട്ടിക്കുള്ളിൽ സമാന്തര CPM ഈ പറഞ്ഞ പോലെ രൂപീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ രൂപപ്പെട്ടു എന്നുള്ളത്. കാലം ഇതുവരെ ഈ പറഞ്ഞ പോലെ MA ബേബിയാണ് ഇപ്പോൾ ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഇലക്ഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇലക്ഷൻ അടിത്തട്ട് മുതൽ അതിരൂക്ഷമായി വിമർശിക്കാനുള്ളവർക്ക് പാർട്ടി അനുയായികൾക്ക് വിട്ടുതരുന്നു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പല പാർട്ടി ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എല്ലായിടത്തും നഖശിഖാന്തരം എതിർക്കുന്നു എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ പിണറായി വിജയനെ മാൻട്രയിക്കുന്നു. അദ്ദേഹത്തിന് MLA ആകുമ്പോൾ യോഗ്യത ഇല്ല എന്നുള്ളതും പാറശാല ഏരിയ കമ്മിറ്റിയെ പോലത്തെ ഏരിയ കമ്മിറ്റികൾ പറയുന്നു. അപ്പം ഇത്തരത്തിൽ വിട്ടുകൊടുത്തതിന് ശേഷം പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായി തുടരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ MA ബേബി ഇപ്പോൾ പിണറായി വിജയനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ള സാധനം. അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നത് P ജയരാജൻ, അതുപോലെ തന്നെ EP ജയരാജൻ, ശൈലജ ടീച്ചർ, അങ്ങനെ പല നമ്മൾ മുൻ കളമശ്ശേരി MLA. അതെ. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ CPM-നുള്ളിൽ തന്നെ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഒതുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സമാന്തര രൂപം അല്ലെങ്കിൽ സമാന്തര CPM പണ്ട് എങ്ങനെയായിരുന്നു VS-ഉം പിണറായിയും, ഇന്ന് അതേപോലെ തന്നെ പിണറായിയും MA ബേബിയും മാറുന്നു എന്നുള്ള സാധനത്തിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അല്ല, VS-ഉം പിണറായിയും നമ്മൾ രണ്ടുപേരും VS-നോടൊപ്പം ഇവരെ ആരെയും താരതമ്യപ്പെടുത്താൻ പറ്റിയില്ല. VS ജനങ്ങളുടെ നേതാവായിരുന്നു, MA ബേബിയോ പിണറായി വിജയനോ ഒരിക്കലുമല്ല. പക്ഷേ ഗ്രൂപ്പ് മാനേജർമാരുടെ സമരം എന്നുള്ള രീതിയിൽ MA ബേബിയും പിണറായി വിജയനെ കാണാൻ പറ്റും. ജനപിന്തുണ രണ്ടുപേർക്കും കാര്യമായിട്ട് ജനപിന്തുണ CPM-കാരുടെ പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് ചിലപ്പോൾ പിണറായി വിജയന് സ്വല്പം കൂടുതൽ ഉണ്ടാക്കാം. അതും ക്രമത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഇതുവരെ ഇവർക്ക് എന്ത് നിലപാട് പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ CPM-ന് വിഴിഞ്ഞം പ്രശ്നത്തെപ്പറ്റി, അതായത് ഇവർ തന്നെ ഒപ്പിട്ട കരാറിനെ പറ്റി പറയുക, ഇവർ തന്നെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ പുതുതായി ഒരു അഴിമതി ആരോപണം, പുതുതായൊരു പാളിച്ച രംഗത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അവരിപ്പോൾ ആദ്യം കൊണ്ടുവരാൻ നോക്കിയത് ഈ വയനാട് പ്രശ്നമായിരുന്നു. അതും നേരെ മറിച്ചായി. അതെ, അതും അവർക്ക് തിരിച്ചടി വന്നു. അല്ല, അവർക്ക് അപ്പോൾ CPM-ന് പുതുതായി സതീശൻ അധികാരമേറ്റ ശേഷം, എടുത്ത് ഞാൻ പറയുന്നു ആ വാക്ക്, അധികാരമേറ്റ ശേഷം സതീശൻ്റെ ഗവൺമെൻറ് പുതുതായി കാണിച്ചിരിക്കുന്ന, പഴയതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. സതീശനെ രക്ഷപ്പെടാനുള്ള 100 പഴുത് അവിടെ കാണും. പുതുതായി എടുത്തിരിക്കുന്ന ഏതെങ്കിലും തീരുമാനങ്ങളോ നടപടികളോ അഴിമതിയോടെ മണമുള്ളത്, അഴിമതി വരാനുള്ളത്, സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കേരളത്തെ തകർക്കുന്നത്, സമ്പദ്ഘടനയെ തകർക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM-ന് മുമ്പോട്ട് വരാൻ പറ്റിയിട്ടുണ്ടോ? അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരനുപരി ഇപ്പോൾ നമ്മൾ മൻമോഹൻ സിംഗിന് എല്ലാ കാര്യം കളിയാക്കാറുള്ളത്, കാരണം ഹീസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ്, നന്നായിട്ട് കൈകാര്യം കാര്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. ബട്ട് ഹീസ് എ നോട്ട് എ ഗുഡ് പൊളിറ്റീഷ്യൻ, നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളത് എക്കാലത്തും പഴിചാർത്തപ്പെട്ട നേതാവാണ് ഈ പറഞ്ഞ പോലെ മൻമോഹൻ സിംഗ്. അത് അദ്ദേഹത്തിനും അറിയാം. ഹി നോ വെരി വെൽ ദാറ്റ് അദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാനുള്ള കഴിവില്ല.
അതുപോലെ നല്ലൊരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് അദ്ദേഹം ഉഷാറാണ്. അത് തരൂറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും അവസാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സമന്വയിച്ചൊരു നേതാവ് ഉണ്ടാവുന്നത് വളരെ റയറാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കെ എം മാണിക്ക് ശേഷം ഇത്തരത്തിൽ ഞാൻ കെ എം മാണി അങ്ങനെ കാണുന്നത്. കാരണം ബഡ്ജറ്റ് അവലോകനത്തിലും ധനകാര്യ വകുപ്പിലും അദ്ദേഹം വലിയ തരത്തിലുള്ള പഠിത്തം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ടാണ്. അതെ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എങ്ങനെ എക്കണോമിക്കൽ സാധനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും സതീശൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാറുള്ളത് മാണി സാറിന്റെ കാര്യങ്ങളാണ്. കാരണം മാണി സാർ ഭയങ്കര ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാവാണ് എന്നുള്ള സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സതീശൻ ഒരു വശത്ത് ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ്, അറ്റ് ദ സെയിം ടൈം ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ ആൾസോ. നന്നായിട്ട് രാഷ്ട്രീയം കളിക്കാനും അറിയാം, അതേപോലെ തന്നെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ഇത് രണ്ടും ഒരുപോലെ സമന്വയിച്ച് നിൽക്കുമ്പം എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് ഇനി മറ്റൊരു മുഖത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ടിക്കുള്ളിൽ ഇനി സതീശന് മുകളിൽ ഉയരാൻ പറ്റിയ ഒരു നേതാവ് കരുണാകരൻ. അതെ, അപ്പം ഒരു പരിധി വരെ പാർട്ടി അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്താണ് AICC എന്നുള്ളതും AICCയുടെ പോരായ്മകൾ എന്താണെന്നുള്ളതും KPCC എന്താണെന്നുള്ളതും KPCC പോയാൽ എവിടം വരെ പോകാമെന്നുള്ളതും നന്നായിട്ട് ബോധമുള്ള നേതാവാണ് സതീശൻ. അപ്പം സതീശൻ ഈ പറഞ്ഞ പോലെ മുന്നണിക്കുള്ളിൽ നിന്ന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എതിർക്കാൻ കൃത്യമായിട്ട് അറിയാം. അത് രാഷ്ട്രീയപരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ്പരമായിട്ടും കൃത്യമായിട്ട് അറിയാം. മറുവശത്ത് ഈ പറഞ്ഞ പോലെ CPM പോയാൽ ഏതുവരെ പോകും, പറയുമ്പോൾ ഏതുവരെ പറയും, അതും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രണ്ടെണ്ണത്തെക്കുറിച്ചും അത് നല്ല വിവരവും നോളജും ഉള്ള ഒരു നേതാവ് കൂടിയാണ് സതീശൻ എനിക്ക് തോന്നുന്നു. അല്ല, സതീശൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സതീശന് തുല്യരായിട്ട് ആരും ഭരണപക്ഷ പ്രതിപക്ഷത്തില്ല. പിണറായി വിജയനോ റിയാസോ ഇവർക്കാർക്കും കട്ടിച്ച് രവീന്ദ്രനാഥനെ വേണമെങ്കിൽ അക്കാഡമിക്കായിട്ട് രവീന്ദ്രനാഥനെ പറയാം. പക്ഷേ രവീന്ദ്രനാഥന് അത്ര വോയിസ് കൊടുക്കുകയോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖമായിട്ട് രവീന്ദ്രനാഥൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ് CPM-നുണ്ട്. മാത്രമല്ല ഒരു പുതിയ നേതാവ് വളർന്നു വരാനുള്ള ചാൻസ് പോലും ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് ഇഷ്ടം പോലെ അവരുടെ പേര് പറയാം, ഇഷ്ടം പോലെ പേരുടെ പേര്. ഇപ്പോൾ ഒന്നും വേണ്ട, പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുത്താൽ പോലും ഒരു പുതിയ നേതാവാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പോലും കോൺഗ്രസിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ നേതാവാണ്. കൊള്ളനാടൻ ഇവിടെ നിൽപ്പുണ്ട്, മന്ത്രിയായെങ്കിൽ റോജി M. ജോൺ ഉണ്ട്, ബലറാമുണ്ട്, ലിജു എക്സൈസ് മന്ത്രിയായി, അങ്ങനെ പോയപ്പോൾ ലിജു ഉണ്ട്. ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുന്ന 8-10 നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. CPM-ൽ അങ്ങനെയുള്ളവരില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വളർന്നു വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും CPM-ൻ്റെ മലബാർ ലോബി പ്രത്യേകിച്ചും പിണറായി വിജയന് വേണ്ടി ചെയ്ത പണിയായിപ്പോയി. പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിൽ CPM നിൽക്കുന്നതുകൊണ്ട് പറ്റിയ ഫലം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എമർജ് ചെയ്ത് വരേണ്ടതാണ്, അല്ലാണ്ട് ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. എമർജ് ചെയ്ത് വരേണ്ട ലീഡർഷിപ്പിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ റോജി M. ജോണിനെ ആരാ നേതാവാക്കുന്നു വെച്ചാൽ ആർക്കും അറിയത്തില്ല. ലിജുവിനെ ആരാ നേതാവാക്കുന്നു ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. കാരണം രമേശ് ചെന്നിത്തലേക്കാളൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ലിജു. രമേശ് ചെന്നിത്തലേക്കാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ലിജു. രമേശിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രമേശിനേക്കാൾ ലിജു മാനസികമായിട്ടും പ്രായോഗിക രംഗത്തും വളർന്നതായിട്ടാണ് ഇപ്പോഴത്തെ കാണിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരും അറിയാതെ കിടന്ന നേതാവാണ്. സ്പീക്കറായി കഴിഞ്ഞപ്പം ഇന്ന് കേരളത്തിലെ ഏറ്റവും കരുത്തന്മാരിൽ ഒരാളെ തിരുവഞ്ചൂരാന്ന് വന്നു. കേരളം കണ്ടതിൽ ഏറ്റവും നല്ല സ്പീക്കറായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിൽ അങ്ങനെ കഴിവ് തെളിയിക്കാൻ ഇതുവരെ ശ്രമിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ആ ലീഡർഷിപ്പ് ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട. പക്ഷേ CPM എന്ത് ചെയ്യും? ലീഡറെ ചന്തയിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ? റഷ്യക്ക് ശേഷം പ്രളയം എന്നുള്ള അവസ്ഥയിലോട്ട് അമേരിക്ക മറ്റേ പിണറായി ചികിത്സിക്കാൻ പോകുന്ന ആശുപത്രികളിൽ വല്ലവരും ക്ലോൺ ചെയ്ത് വല്ലവരും കിട്ടുമോ? ആരും കിട്ടിയില്ല. പിന്നെ കിട്ടണമെങ്കിൽ ധനകാര്യ മാനേജ്മെൻറ്റിന് കിട്ടണമെങ്കിൽ നേരെ യാതൊരു ഉളുപ്പുമില്ലാതെ കർത്താവിനെ പിടിച്ച് കരിമണൽ കനാലിൽ കർത്താവിനെ ഇതിൻ്റെ ധനകാര്യമന്ത്രിയാക്കാൻ CPM-ൻ്റെ ഫിനാൻസ് വിങ്ങിൻ്റെ ചുമതല ഐസക്കിനെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പാർട്ടിയെ കുറച്ച് നാളത്തേക്കെങ്കിലും കൊണ്ടു നടക്കാൻ കർത്താവിന് പറ്റും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ആരാ CPM-ൻ്റെ പ്ലാനിങ് പൊളിഞ്ഞ പ്ലാനിങ് അല്ലായിരുന്നു മുഴുവൻ. തോമസ് ഐസക്കിൻ്റെതാണേലും മറ്റെല്ലാവരുടെയും പൊളിഞ്ഞില്ലേ ഓരോന്നോടെ. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, പിന്നെ ചർച്ച ചെയ്യാം. എന്നാൽ പോലും ഈ രംഗത്ത് ഇപ്പോൾ സതീശന് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് ആരും ഈക്വൽ ആയിട്ട് തൽക്കാലം സതീശനെ എതിർക്കാൻ മാത്രം ആരും വളർന്നിട്ടില്ല. വളരെ പെട്ടെന്ന് ആ റോളിലേക്ക് വന്നു. ഇന്നലെ വരെ കേവലം ഒരു MLA മാത്രമായിരുന്ന VD സതീശൻ. അല്ല, നമ്മളാരും ഇപ്പോൾ പിണറായി വിജയനെ സതീശനെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സതീശൻ്റെ സ്ഥാനത്തേക്ക് സ്വല്പം താഴ്ത്തി നോക്കും, പിണറായിയുടെ സ്ഥാനത്തേക്ക് തലമുക്ക് നോക്കും. അത്രയ്ക്ക് മാത്രം ക്ലൗട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പിണറായിയെ നമ്മൾ കാണുന്നത് സതീശനേക്കാൾ എത്രയോ താഴെയായിട്ടാണ് കാണുന്നത്. സതീശനോട് നിയമസഭയിൽ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത പിണറായി ഇല്ലേ? അപ്പം ആ മാറ്റം ഉണ്ടായത്
കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടുകൂടിയാണ്. ആ ജനങ്ങൾ ആഗ്രഹിച്ച ആ മാറ്റത്തെ തല്ലിക്കെടുത്താൻ തൽക്കാലം ശ്രമിക്കേണ്ട. സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സതീശൻ പിടിക്കപ്പെടും. ആ സമയത്ത് ഈ ജനങ്ങൾ തന്നെ സതീശനെ തിരിച്ച് തെറി പറയാനും സതീശനെ പുറത്താക്കാനും റെഡിയായിട്ട് രംഗത്ത് വരും. അതിനകത്ത് ഇപ്പോഴേ നമ്മൾ ആകാംക്ഷ കൊള്ളേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സതീശന് കുറേ നാളത്തേക്ക് കൂടി സമയം കൊടുക്കുക. എന്താ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.